താടകാവനത്തിലെത്തിയ ശ്രീരാമൻ തന്റെ കയ്യിലെ വില്ലെടുത്ത് കുലിക്കുന്നു. ആ ഞാണൊലികെട്ട് കോപാന്തയായ താടക ശ്രീരാമനെ നിഗ്രഹിക്കുന്നതിനായി ഒരു മഹാപർവ്വതം കണക്കെ ശ്രീരാമന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. മുന്നിൽ ഭീകരരൂപിയായ താടക. ശ്രീരാമൻ ഒട്ടും അമാന്തിച്ചില്ല. രാമന്റെ അതിശക്തമായ ഒരു അമ്പ് അവളുടെ വിശാലമായ മാറിൽ തുളച്ചു കയറി. ചിറകറ്റ മല ഭൂമിയിൽ വീഴുന്നത് പോലെ ഭയങ്കരമായ ശബ്ദത്തോടെ അവൾ നിലം പതിച്ചു. സത്യത്തിൽ ആരായിരുന്നു ഈ താടക? താടക ഒരു രാക്ഷസിയെ ആയിരുന്നില്ല. അവൾ ഒരു യക്ഷരാജാവായ സുഖേതുവിന്റെ മകളായിരുന്നു. അവൾ സുന്ദരൻ എന്ന അസുരനെ വിവാഹം കഴിച്ചു. അവൾക്ക് മാരീചൻ എന്ന മകൻ ജനിച്ചു. സുന്ദരൻ അഗസ്ത്യമുനിയുടെ ശാപത്താൽ മരിക്കുകയും തുടർന്ന് ക്രോധാന്ധരായ മാരീചനും താടകയും അഗസ്ത്യമുനിയെ ആക്രമിക്കുകയും ചെയ്തു. അഗസ്ത്യനെ ആക്രമിക്കാൻ ശ്രമിച്ച താടകയും മാരീചനുമെല്ലാം അഗസ്ത്യ ശാപത്താൽ രാക്ഷസന്മാരായി മാറുകയായിരുന്നു. ശ്രീരാമന്റെ അമ്പേറ്റതോടെ താടകയ്ക്ക് ശാപമോക്ഷം കിട്ടുകയും അവൾ സുന്ദര രൂപം പ്രാപിക്കുകയും രാമന്റെ അനുഗ്രഹത്താൽ ദേവലോകം പോകുകയും ചെയ്തു. താടകാനിഗ്രഹത്തിൽ സന്തുഷ്ടനായ വിശ്വാമിത്രൻ രാമനും ലക്ഷ്മണനും പലവിധ ദിവ്യാസ്ത്രങ്ങളും അവ പ്രയോഗിക്കാനുള്ള മന്ത്രങ്ങളും ഉപദേശിച്ചു കൊടുത്തു. താടകവധത്തിനു ശേഷം അവർ കാമാശ്രമം എന്ന സ്ഥലത്ത് സന്ധ്യാവന്ദനം കഴിച്ച് രാപ്പാർത്തു. പിറ്റേന്ന് രാവിലെ വിശ്വാമിത്രന്റെ ആശ്രമമായ സിദ്ധാശ്രമത്തിൽ എത്തിച്ചേർന്നു. അവിടെ ഉണ്ടായിരുന്ന മറ്റു മുനിമാർ അവരെ ഭക്തിയോടെ സ്വീകരിച്ചു. വിശ്രമത്തിന് ശേഷം ശ്രീരാമൻ വിശ്വാമിത്രനോട് പറഞ്ഞു, അലിയോ മുനിശ്രേഷ്ഠ, അങ്ങ് ഒട്ടും ഭയം കൂടാതെ യാഗം തുടങ്ങിയാലും യാഗഭംഗം വരുത്താൻ എത്തുന്ന ദുഷ്ടന്മാരായ രാക്ഷസന്മാരെ എനിക്ക് കാണിച്ചു തന്നാൽ മാത്രം മതി. എന്റെ അമ്പ് കൊണ്ട് ഞാൻ അവരെ ഇല്ലാതാക്കാം. മുനിമാർ യാഗം തുടങ്ങിയതോടെ പതിവ് പോലെ മാരീചനും സുബാഹവും തങ്ങളുടെ രാക്ഷസപ്പടയുമായി വരികയും ആകാശത്തു നിന്ന് രക്തവർഷം ചൊരിയാൻ തുടങ്ങുകയും ചെയ്തു. ഇതുകണ്ട ശ്രീരാമൻ ഒട്ടും വൈകാതെ 2 ദിവ്യാസ്ത്രങ്ങൾ തൊടുത്തു. ഒരമ്പ് കൊണ്ട് സുബാഹുവിനെ അപ്പോൾ തന്നെ വധിച്ചു. രാമന്റെ ശക്തിയേറിയ മറ്റൊരമ്പേറ്റ മാരീചൻ ഭയന്നു വിറച്ച് 100 യോജന അകലെയുള്ള സമുദ്രത്തിലേക്ക് തെറിച്ചു വീണു. രാമന്റെ ഈ അമാനുഷിക ശക്തി കണ്ട മാരീചന് അന്നു മുതൽ രാമനോട് ഭക്തി തോന്നി തുടങ്ങി. ബാക്കിയുണ്ടായിരുന്ന രാക്ഷസപ്പടയെ ലക്ഷ്മണൻ തന്റെ അമ്പുകളാൽ നിഗ്രഹിച്ചു. യാഗം വിജയകരമായി പൂർത്തിയായ സന്തോഷത്തിൽ ദേവന്മാർ ആകാശത്തു നിന്ന് പുഷ്പവൃഷ്ടി നടത്തി. തന്റെ യാഗം വിജയകരമായി പൂർത്തിയാക്കിയ രാമലക്ഷ്മണന്മാരെ വിശ്വാമിത്ര മഹർഷി അതീവ വാത്സല്യത്തോടെ മാറോട് ചേർത്ത് വിളിച്ച് അനുഗ്രഹിച്ചു. 3 ദിവസം അവർ അവിടെ വിശ്രമിച്ചു. ഓരോ ദിവസവും മഹർഷി അവർക്ക് പുരാണകഥകൾ പറഞ്ഞുകൊടുത്തു. 4ാം ദിവസം വിശ്വാമിത്രൻ പറഞ്ഞു, കുട്ടികളെ, ഇനി നമുക്ക് ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ നടക്കുന്ന വലിയ യാഗം കാണാൻ പോകാം. അവിടെ വിദേഹ രാജ്യത്ത് സാക്ഷാൽ ശിവന്റെ ത്രയംബകം എന്ന അതിശ്രേഷ്ഠമായ ഒരു വില്ലുണ്ട്. പല രാജാക്കന്മാരും വന്നിട്ടും ആർക്കും ആ വില്ല് കുലക്കാനായിട്ടില്ല. ക്ഷത്രിയകുമാരന്മാരായ നിങ്ങൾക്കത് കാണുന്നത് നന്നായിരിക്കും. ശ്രീരാമലക്ഷ്മണന്മാരുടെ സഹായത്താൽ യാഗം ഭംഗിയായി നടത്തിയ ശേഷം വിശ്വാമിത്ര മഹർഷി തന്റെ സിദ്ധാശ്രമത്തിലെ മറ്റു മുനിശ്രേഷ്ഠന്മാരോട് യാത്ര പറയുകയും രാജകുമാരന്മാരായ രാമലക്ഷ്മണന്മാരെയും കൂട്ടി മിഥില ലക്ഷ്യമാക്കി യാത്ര തിരിക്കുകയും ചെയ്തു. യാത്രാമധ്യേ അവർ നടന്ന് ഗംഗാനദിയുടെ തീരത്ത് എത്തിച്ചേർന്നു. അവിടെ അതീവ മനോഹരവും കാണുന്നവർക്ക് ആനന്ദം നൽകുന്നതുമായ ഒരു പുണ്യപ്രദേശം അവർ കണ്ടു. ദിവ്യമായ മരങ്ങൾ, വള്ളിച്ചെടികൾ, നിറയെ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ, കായ്കനികൾ എന്നിവ കൊണ്ട് ആ സ്ഥലം എല്ലാവരെയും ആകർഷിക്കുന്നതായിരുന്നു. എന്നാൽ അത്രയും മനോഹരമായ ഒരിടമായിരുന്നിട്ടും അവിടെ പക്ഷികളോ മൃഗങ്ങളോ മറ്റ് ജീവജാലങ്ങളോ മനുഷ്യരോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. തികച്ചും ശാന്തവും എന്നാൽ വിജനവുമായിരുന്നു ആ ആശ്രമ പരിസരം. ഇത്രയും ഭംഗിയുള്ളതും എന്നാൽ ഒരൊറ്റ ജീവി പോലും ഇല്ലാതെ വിജനമായി കിടക്കുന്നതുമായ ആ ആശ്രമം കൗതുകത്തോട് നോക്കിക്കണ്ട് താമരക്കണ്ണനായ ശ്രീരാമൻ വിശ്വാമിത്ര മഹർഷിയോട് ചോദിച്ചു, ഹേ മുനിശ്രേഷ്ഠ, അഭയം പ്രാപിക്കാൻ യോഗ്യമായ ഇത്രയും മനോഹരമായ ഈ ആശ്രമം ആരുടേതാണ്? ഇത് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ വലിയ സന്തോഷം തോന്നുന്നുണ്ട്. എങ്കിലും ഇവിടെ ജീവജാലങ്ങളെ ഒന്നും കാണാത്തതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ദയവായി എനിക്ക് പറഞ്ഞു തന്നാലും. വിശ്വാമിത്രൻ ആ കഥ പറയുന്നു.